ഏട്ടാ ഇവിടെ സേഫ് അല്ല. ഞാൻ വീണ്ടും പറയാണ്, ഇവിടെ സേഫ് അല്ല. VPN ഉപയോഗിച്ച് രാത്രി സഞ്ചാരം നടത്തുന്നവരൊക്കെ പെടാൻ പോവാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ജൂലൈ 27 വരെ സമയമുണ്ട്. എന്നാലും ആ ഒരു നിയമം കേട്ട് കഴിഞ്ഞാൽ എന്റെ പൊന്നെ VPNന്റെ ഗുണം തന്നെ അല്ലെങ്കിൽ VPNന്റെ ഉപയോഗം തന്നെ അങ്ങ് ഇല്ലാണ്ടാവും. വേറൊന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആപ്പ് ഒക്കെ ബാൻ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരില്ലേ, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, MEITY എന്ന് പറയുന്നത്, അവരും നമ്മുടെ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമും ഇവർ രണ്ടും കൂടെ പറഞ്ഞിരിക്കുന്നത് ഇനി മുതൽ VPN സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ ഈ VPN ഉപയോഗിക്കുന്നവരുടെ സകല ഡാറ്റയും 5 വർഷത്തേക്ക് സൂക്ഷിക്കണമെന്നാണ്. എന്നാൽ ഇത് VPN പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിക്ക് മാത്രമല്ല കേട്ടോ, ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾക്ക് വരെ ബാധകമാണ്. ഒരു VPN കമ്പനിയുടെ ഏറ്റവും വലിയ പോളിസി എന്ന് പറയുന്നത് നോ ലോഗ് പോളിസിയാണ്. അതായത് ഞങ്ങളുടെ VPN സർവീസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന് ഞങ്ങൾ ഒറ്റ മനുഷ്യനോടും പറയില്ല എന്ന്. എന്നാൽ ഇനി 5 വർഷത്തേക്ക് നിങ്ങളുടെ ഡാറ്റ മുഴുവൻ സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പോളിസി ഇല്ലാണ്ടായില്ലേ, പിന്നെ എന്തിനാ VPN? അതായത് ഈ അടുത്തായിട്ട് കുറേയധികം സൈബർ സെക്യൂരിറ്റി ബ്രീച്ചസും അറ്റാക്സും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ VPN വഴിയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ട്രേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറയുന്നത്. പക്ഷേ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. COVID-19 വന്നേ പിന്നെ എല്ലാവരും ഓൺലൈനിലേക്ക് മാറി എന്നുള്ളതുകൊണ്ട് ഈ ഒരു സൈബർ അറ്റാക്സ് ചെയ്യുന്നവർക്കും അറിയാം എല്ലാവരുടെയും കയ്യിൽ നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ഡിവൈസുകൾ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്തായിട്ട് സൈബർ അറ്റാക്കുകളൊക്കെ വളരെയധികം കൂടിയിരിക്കുന്നതും പോലീസുകാർക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റാതെ വന്നതും. അതായത് MEITY പറഞ്ഞിരിക്കുന്ന ഏകദേശം 20 ടൈപ്പ് ഓഫ് സൈബർ ബ്രീച്ചുകളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു VPN സർവീസ് കാരണം ഉണ്ടായിരിക്കുന്നതെന്ന്. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് IoT ഡിവൈസുകൾ ഇന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടെന്ന്. ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ റൂമിലിരിക്കുന്ന AC ഇതൊരു IoT ഡിവൈസ് ആണ്. ഈ ഒരു AC എന്റെ വീട്ടിലുള്ള ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്ത് അങ്ങ് ക്ലൗഡിൽ കൊടുക്കാന്ന് പറയുമ്പോൾ അതൊക്കെ ഹാക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഗവൺമെന്റ് റൂൾ അപ്ലൈ ചെയ്യുന്നതിൽ ഏറ്റവും ശക്തമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് VPN സർവീസുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യുന്നവരെയാണ് ഏറ്റവും കൂടുതൽ മോണിറ്റർ ചെയ്യേണ്ടത്. ഇത് അൺഓത്തറൈസ്ഡ് ആയിട്ട് VPN ഉപയോഗിച്ച് മറ്റ് കൺട്രീസിൽ നിന്നും നിങ്ങളുടെ സ്വന്തം അക്കൗണ്ട് ആയിക്കോട്ടെ, പക്ഷേ മറ്റ് കൺട്രിയുടെ IP ഉപയോഗിച്ചാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ അതിന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ചില ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ്സും ഇന്ത്യൻ ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ VPN സർവീസുകൾ ഉപയോഗിച്ച് അതൊക്കെ അൺബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ അങ്ങനത്തെ സർവീസുകളൊക്കെ VPN ഉപയോഗിച്ച് ആരൊക്കെയാണ് അൺബ്ലോക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നത് എന്നുള്ള വിവരവും കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ വിവരമാണ് കളക്ട് ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുന്നേ ഈ നടപടികളൊക്കെ VPN കമ്പനികൾ അഗ്രി ചെയ്തില്ല എങ്കിൽ 1 ലക്ഷം രൂപ വരെ ഫൈൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സേവനം നിർത്തിപ്പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തൊക്കെ ഡേറ്റയാണ് കളക്ട് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഒറിജിനൽ ഫോൺ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, ഫിസിക്കൽ IP അഡ്രസ്സ്, നിങ്ങൾ ഏത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഏത് സമയത്താണ് ലോഗിൻ ചെയ്തത്, ഈ സകല കാര്യങ്ങളും കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങളെ VPNലേക്ക് വിടുക എന്നുള്ളത്. ഒരു VPNന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ അഡ്രസ്സ് ആർക്കും കാണിച്ചു കൊടുക്കാണ്ട് മാസ്ക് ചെയ്ത IP ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ ഗവൺമെൻറ് കൃത്യമായിട്ട് നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. VPN ഉപയോഗിച്ച് ഇനി മുതൽ നിങ്ങൾ ഇന്റർനെറ്റ് സർഫ് ചെയ്യുന്ന സേഫ് ആണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി സേഫ് ആണ്. ഒറ്റ മനുഷ്യനും കാണാൻ പോകുന്നില്ല എക്സെപ്റ്റ് ദ ഗവൺമെൻറ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ പ്രശ്നം വരാൻ പോകുന്നൊന്നുമില്ല. 5 വർഷത്തേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്ത് ഈ VPN കമ്പനികൾക്ക് വെക്കണമെങ്കിൽ ഓൾറെഡി നോ ലോഗ് പോളിസി ആയതുകൊണ്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള സേവനം പോലും VPN ഇല്ല. ഇനി ഈ ഒരു പോളിസി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മാത്രം ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് വലിയ ഡേറ്റാ സെന്റേഴ്സ് ഒക്കെ ഈ VPN സർവീസുകൾ മേടിച്ച് വെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഫ്രീ VPN സർവീസ് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട. ഇനി APK വഴിയൊക്കെ നിങ്ങൾ VPN ഉപയോഗിക്കുകയാണെങ്കിലും ഇതൊക്കെ സെർവറിലാണ്. ആ ഒരു സെർവർ മുഴുവനും ഗവൺമെൻറ് ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. ആവശ്യമില്ലാത്ത പണിക്ക് പോകണം. എന്നാലും നിങ്ങൾ VPN ഉപയോഗിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഏത് VPN ആണ് ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ പറയാം, താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.